നമ്മുടെ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി, കിഫ്ബിയുടെ CEO, CM അവർക്കെല്ലാം നോട്ടീസ് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ലാൻഡ് അക്വയർ പർച്ചേസ് ചെയ്യുന്നതിലാണ് കിഫ്ബി ചെയ്ത്, അതിലാണ് ED ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അവസരത്തിൽ അതിനെപ്പറ്റി എന്താ താങ്കൾ കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണോ, അത് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ അതിനകത്ത്? അതിൽ അവസാനം പറഞ്ഞ കാര്യം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം. അതിലൊന്നായിരിക്കാം ഇത്. ഇനി എന്തൊക്കെയാണ് വരാനുള്ളത് എന്ന് അവർക്കേ അറിയാവൂ, നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഇത് വളരെ പരിഹാസ്യമായിപ്പോയി. കാരണം ഈ കിഫ്ബിക്കെതിരെയുള്ള നോട്ടീസ് എന്ന് പറയുന്നത് തീർത്തും പരിഹാസ്യമായൊരു കാര്യമാണ്. കിഫ്ബി എന്തിനാണ്? ഞങ്ങളത് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ, പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബിയെ കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി അന്ന് 2016 തന്നെ കിഫ്ബി വരുമ്പോൾ തന്നെ ഗവൺമെൻറ് വ്യക്തമാക്കിയ കാര്യമുണ്ട്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ബദൽ സാമ്പത്തിക സ്രോതസ്സായിട്ടാണ് നമ്മളതിനെ കണ്ടിരുന്നത്. ഫലപ്രദമായത് പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായി 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ആ ഘട്ടത്തിൽ ഏറ്റെടുക്കുന്ന നില വന്നത്. ഇപ്പോൾ അത് 90,000 കോടി കടന്നു നിൽക്കുകയാണ്. അത്തരമൊരു സ്ഥാപനം നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി പ്രവർത്തിച്ചു എന്നതിൻ്റെ മേലെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. 2 കൈയും ഉയർത്തിക്കൊണ്ട് അത് ഞങ്ങൾ ചെയ്തതാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാനാണ് കിഫ്ബിയെ കൊണ്ടുവന്നത്. ആ കിഫ്ബി ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കിഫ്ബി നിർവഹിച്ച കാര്യങ്ങളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകരിച്ച മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങളിൽ നിന്ന് അണുകിട വ്യതിചലിച്ചുകൊണ്ട് ഒരു കാര്യവും കിഫ്ബി ചെയ്തിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ അവസാന ഭാഗത്തുള്ളതുപോലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇങ്ങനെ പലതും വരാമെന്ന് മാത്രമേ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. തുകയുടെ എത്രയോ മടങ്ങ് നമ്മൾ പലിശ കൊടുക്കുകയാണെന്നാണ്. അത് ശരിക്കും പശ്ചാത്തല അങ്ങ് പറഞ്ഞതുപോലെ പശ്ചാത്തല വികസനത്തിന് പണം ചെലവാക്കുമ്പോൾ നമ്മളെ ടാക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ശിക്ഷിക്കുന്നൊരു സമീപനം ആണെന്ന് അഭിപ്രായമുണ്ടോ അങ്ങേക്ക്? അല്ല, ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ. ഇന്നതെല്ലാം ചെയ്യുമെന്നും ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണല്ലോ. അതിനാണല്ലോ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥകളുള്ളത്. ആ നിയമവ്യവസ്ഥ ഇപ്പോഴും ഇല്ലാതായിട്ടില്ലല്ലോ. സ്വാഭാവികമായും ആ നിയമവ്യവസ്ഥയുടെ മുന്നിൽ സർക്കാരും കിഫ്ബിയും എടുക്കാൻ പോകുന്ന നിലപാട് ഇതാണ്. ഞങ്ങൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ്. ഒരു ലംഘനവും ആ കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇതാണ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട്.